ശക്തമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരൻ, ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താൻ കഠിന പ്രയത്നം ചെയ്ത കർമ്മയോഗി, ലോക രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അണുവായുധം നിർമ്മിക്കുന്നതടക്കമുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ, വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. അമേരിക്കയാണോ റഷ്യയാണോ ആ മരണത്തിന് പിന്നിലെന്ന ദുരൂഹത ഇന്നും തുടരുകയാണ്. ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി? 16 വർഷവും 288 ദിവസവും ഇന്ത്യയെ ഭരിച്ച നെഹ്റുവിന് ശേഷം 1 വർഷവും 216 ദിവസവുമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായത്. ഇടക്കാലത്ത് ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് അനാവരണം ചെയ്യുന്ന ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനൊരു ഹിന്ദുവായിരിക്കെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മിർ മുഷ്താഖ് ഒരു മുസ്ലിമാണ്. നേരത്തെ അഭിസംബോധന ചെയ്ത ഫ്രാങ്ക് ആന്റണി ഒരു ക്രിസ്ത്യാനിയും. നമുക്കൊപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സിയും കൂടാതെ മറ്റ് വിധ മതസ്ഥരുമുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. നമുക്ക് ക്ഷേത്രങ്ങളും പള്ളികളും ഗുരുദ്വാരകളുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്ന മറ്റുള്ളവരെ പോലെ തന്നെ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഹിന്ദുവായതാണ് 1966 ഇന്ത്യ പാക് യുദ്ധത്തിന് കാരണമെന്ന രീതിയിൽ BBC നൽകിയ റിപ്പോർട്ടിനെതിരെ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച് വെടിനിർത്തലിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ശാസ്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്താൻ വിസമ്മതിച്ച ശാസ്ത്രി മതേതരത്വത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ട വ്യക്തി കൂടിയായിരുന്നു. സൗമ്യനും മൃദഭാഷിയുമായ ശാസ്ത്രി ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കൂടിയായിരുന്നു. താനൊരു സോഷ്യലിസ്റ്റ് ആണെങ്കിലും സാമ്പത്തിക വിദേശ രംഗങ്ങളിലുൾപ്പെടെ സ്വതന്ത്ര കാഴ്ചപ്പാട് അദ്ദേഹം വെച്ചു പുലർത്തി. പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ 1964 ജൂലൈ 11 രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ശാസ്ത്രി പറഞ്ഞ വാക്കുകളിലുണ്ട് അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാട്. ഓരോ ജനതയുടെയും ജീവിതത്തിൽ ചരിത്രത്തിന്റെ വഴിത്തിരിവിൽ നിൽക്കുന്ന ഒരു സമയം വരും. ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് തെരഞ്ഞെടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കാതെ തന്നെ ബുദ്ധിമുട്ടോ മടിയോ കൂടാതെ മുന്നോട്ട് പോകാനാകും. നമ്മുടെ വഴി നേരായതും വ്യക്തമായതുമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമൃദ്ധിയുമുള്ള ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കണം. ലോക സമാധാനവും എല്ലാ രാജ്യങ്ങളോടുമുള്ള സൗഹൃദവും നിലനിർത്തുക, ശാസ്ത്രി പറഞ്ഞു. 1965 മദ്രാസ് സംസ്ഥാനം, ഇന്നത്തെ തമിഴ്നാട്, വീണ്ടും ഒരു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയം. പ്രശ്നം പരിഹരിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നടത്തിയ ഇടപെടലും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരായിരുന്നു പ്രതിഷേധം. നേരത്തെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. വീണ്ടും 1965 ജനുവരി 26 ശേഷം ഹിന്ദി ഏക ഔദ്യോഗിക ഭാഷയാക്കുമെന്ന ഭയം ഉയർന്നു വന്നു. ഇതാണ് മദ്രാസ് സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്ക് വീണ്ടും കാരണമായത്. കോളേജ് വിദ്യാർത്ഥികളുടെ പിന്തുണയോടെയായിരുന്നു ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. 1965 ജനുവരി 25 പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും തമ്മിൽ ഉടലെടുത്ത ചെറിയ തർക്കം മധുരയിൽ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറി. ഇതോടെ സംസ്ഥാനത്തിൽ ഉടനീളം വ്യാപകമായ കലാപങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ലാത്തിചാർജുകളും വെടിവെപ്പുകളും അരങ്ങേറി. അക്രമം, തീവെപ്പ്, കൊള്ള തുടങ്ങി പൂർണ്ണമായ അരക്ഷിതാവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങി. സ്ഥിതിഗതികൾ കൈവിട്ടതോടെ സംസ്ഥാനത്ത് അർദ്ധ സൈനിക വിഭാഗത്തെ ഉൾപ്പെടെ വിന്യസിക്കേണ്ട അവസ്ഥയുണ്ടായി. 2 മാസം നീണ്ടുനിന്ന കലാപത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 2 പോലീസുകാർ ഉൾപ്പെടെ 70 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. വിഷയത്തിൽ ഇടപെട്ട ശാസ്ത്രി ഹിന്ദി ഇതര സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഹിന്ദി അടിച്ചേൽപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകി. ഇതോടെയാണ് കലാപവും വിദ്യാർത്ഥി പ്രക്ഷോഭവും അവസാനിച്ചത്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ വാരാണസിക്കടുത്ത മുഗൾ സാരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ശാരദാ പ്രസാദ് ശ്രീവാസ്തവയുടെയും രാം ദുലാരി ദേവിയുടെയും 2ാമത്തെ മകനാണ് ശാസ്ത്രി. 2 വയസ്സ് തികയും മുമ്പ് തന്നെ പിതാവ് പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചു. ശാരദാ പ്രസാദ് മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്ന 23-കാരിയായ രാം ദുലാരി ദേവി സുന്ദരി ദേവി എന്ന ഒരു മകൾക്ക് കൂടി ജന്മം നൽകി.
പിന്നീട് സംരക്ഷണോത്തരവാദിത്തം ഏറ്റെടുത്തത് അമ്മാവനും മകനുമായിരുന്നു. 4-ാം വയസ്സിൽ മുഗൾസാരയിലെ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഇന്റർ കോളേജിൽ ബുധൻമിയാൻ എന്ന അധ്യാപകന്റെ ശിക്ഷണത്തിലാണ് ലാൽ ബഹദൂർ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഹരീഷ് ചന്ദ്ര ഹൈസ്കൂളിലെ പഠനകാലത്ത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുമെല്ലാം പ്രസംഗിക്കാനെത്തിയ പൊതുയോഗത്തിൽ അദ്ദേഹവും പങ്കെടുത്തു. സർക്കാർ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറാനും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേരാനുമായി മഹാത്മജിയുടെ ആഹ്വാനം. ആ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലാൽ ബഹദൂർ അടുത്ത ദിവസം തന്നെ ഹരീഷ് ചന്ദ്ര ഹൈസ്കൂളിലെ പഠനം ഉപേക്ഷിച്ചു. 10-ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷയ്ക്ക് 3 മാസം മാത്രമുള്ളപ്പോഴായിരുന്നു ഇത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിക്കറ്റിങ്ങുകളിലും മറ്റ് പ്രതിഷേധങ്ങളിലും പങ്കെടുത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക ശാഖയിൽ സന്നദ്ധ പ്രവർത്തകനായി. താമസിയാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ വിട്ടയച്ചു. ബ്രിട്ടീഷുകാരോടുള്ള വിരോധത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളിലെ പഠനം ഉപേക്ഷിക്കുക എന്നത് ദേശസ്നേഹികളുടെ സമരമാർഗം കൂടിയായിരുന്നു എന്നത് നാം ഇതിനോട് ചേർത്ത് വായിക്കണം. ബനാറസിൽ 1921 ഫെബ്രുവരി 10-ന് ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത കാശി വിദ്യാപീഠത്തിലെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരാളായി ലാൽ ബഹദൂറും ചേർന്നു. ചെറുപ്പക്കാരായ നിരവധി സന്നദ്ധ പ്രവർത്തകർ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സ്കൂളുകളും കോളേജുകളും വിട്ടിറങ്ങിയതോടെ അവരുടെ വിദ്യാഭ്യാസം തുടരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാത്മജി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കമിട്ടത്. 1925-ൽ വിദ്യാപീഠത്തിൽ നിന്ന് തത്വശാസ്ത്രത്തിലും നൈതികതയിലും 1-ാം ക്ലാസ് ബിരുദം നേടിയ അദ്ദേഹത്തിന് ശാസ്ത്രി എന്ന പദവി ലഭിച്ചു. പണ്ഡിതൻ എന്നാണ് ഇതിന്റെ അർത്ഥം. സ്ഥാപനം നൽകുന്ന ബാച്ചിലേഴ്സ് ബിരുദത്തിന്റെ പേരായിരുന്നു അതെങ്കിലും പിന്നീട് ലാൽ ബഹദൂറിന്റെ പേരിന്റെ ഭാഗമായി അത് മാറി. അങ്ങനെ ലാൽ ബഹദൂർ ശാസ്ത്രിയായി. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ശാസ്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ അംഗമായി. 1930-ലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 2 വർഷത്തിലധികം ഇതിന്റെ പേരിൽ ജയിലിൽ കിടന്നു. 1940-ൽ സ്വാതന്ത്ര്യ സമരത്തിന് വ്യക്തിപരമായ സത്യാഗ്രഹ പിന്തുണ വാഗ്ദാനം ചെയ്തതിന് 1 വർഷത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും ജയിലിലടച്ചു. 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ശാസ്ത്രി അലഹബാദിലെത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ വീടായ ആനന്ദ ഭവനിൽ നിന്ന് അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം 9 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1937-ൽ UP പാർലമെന്ററി ബോർഡിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. 1937-ലും 1946-ലും യുണൈറ്റഡ് പ്രോവിൻസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയായത് ഒരർദ്ധരാത്രിയിലെ നോട്ട് നിരോധനത്തിലൂടെയോ ലോകരാജ്യങ്ങളിലൂടെയുള്ള ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഞ്ചാരം കൊണ്ടോ അല്ല. ഇന്ത്യയുടെ അടിത്തറ ഭദ്രമാക്കിയ, ഒരു കാലത്ത് ഇന്ത്യയുടെ കോരിത്തരിപ്പിക്കുന്ന മുദ്രാവാക്യമായിരുന്ന ജയ് ജവാൻ ജയ് കിസാൻ സമ്മാനിച്ച ശാസ്ത്രിയുടെ ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ കഥയുമായി അടുത്ത വീഡിയോയിൽ. Waytonikah.com, the exclusive Muslim matrimonial site.